ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലിനി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ടാലി പ്രൈം അഡ്വാൻസ്ഡ് കോഴ്സ് 2025 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 ക്ലാസ് കഴിഞ്ഞു. ഇനി 7ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതോടൊപ്പം GSTയുടെ ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട്. അതിലൊരു ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഇടും. അതുകൊണ്ട് തുടക്കക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനൊക്കെ മറുപടി തരാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്റ്റ് കൊടുക്കാം. അതുപോലെ ഈ ടാലി ട്യൂട്ടോറിയൽ 28@gmail.com എന്ന് പറയുന്ന മെയിലിലേക്ക് മെയിൽ ചെയ്താൽ മതി. ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി ടാലിയിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കമ്പനിയെ പാസ്വേഡ് ഇട്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. അതിനായിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് Alt+K കമ്പനി പോയിട്ട് അവിടെ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അവിടെ കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡേറ്റ യെസ് കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അവിടെ നിങ്ങളൊരു യൂസർ നെയിം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിലൊരു വാർണിംഗ് കാണിക്കും. അത് പാസ്വേഡ് മറക്കാൻ പാടില്ല എന്നുള്ള വാർണിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇമെയിൽ ID ഫോർ ബ്രൗസർ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആരുടെയാണോ അവരുടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നോയിൽ തന്നെ കിടക്കട്ടെ. നമുക്കിത് എസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതിലും കൂടെ പ്രസക്തമാണ് എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. ഡിസൽ ഓപ്പണിംഗ് ഇൻ എഡ്യൂക്കേഷൻ മോഡ് അത് നോയിൽ കൊടുത്താൽ മതി. ആഡ് യൂസേഴ്സ് ആഫ്റ്റർ സേവിങ് സെക്യൂരിറ്റി സെറ്റിങ്സ് അതും നമുക്ക് നോയിൽ കൊടുക്കാം. അതായത് സെക്യൂരിറ്റി സെറ്റിങ്സിന് ശേഷമുള്ള യൂസേഴ്സ് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. പല യൂസേഴ്സ് ഉണ്ട്. പല യൂസേഴ്സിനും ഓരോ സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ടാലിയിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി നമ്മളൊരു കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. ഈ യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നതും ഓരോരുത്തർക്ക് സെക്യൂരിറ്റി സിസ്റ്റം അലോ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതുകൊണ്ടിത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടും. എന്നിട്ട് ഈ ഏരിയ അക്സെപ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കാനായിട്ട് വീണ്ടും Alt+K കമ്പനി പോയിട്ട് അവിടെ ഒരു ഷട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഷട്ടിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കമ്പനി അങ്ങ് ഷട്ടായി പോകും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കമ്പനിയെ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്ത് കയറാം. ഇങ്ങനെയാണ് കമ്പനി പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഏരിയയിലേക്ക് കടക്കാം. അതായത് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പല ടൈപ്പ് ട്രാൻസാക്ഷൻസ് നമ്മൾ പഠിച്ചു. പേയ്മെൻറ്റ്, റെസിപ്റ്റ്, കോൺട്രാ, ജേർണൽ, പർച്ചേസ്, സെയിൽസ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ പഠിച്ചു. നമ്മൾ പക്ഷേ ജേർണൽ പഠിച്ചിട്ടില്ല. പർച്ചേസ് സെയിൽസിനകത്ത് നമ്മൾ ഇൻവോയ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നും GST എങ്ങനെ അതിനകത്ത് അലോ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നിട്ട് ജേർണൽ വൗച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജേർണൽ വൗച്ചർ ഇനി അങ്ങോട്ട് വരുന്ന മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മാർച്ച് ഇയർ എൻഡിങ് ആണ്. പല പ്രൊവിഷൻ എൻട്രീസും പേയബിൾ എൻട്രീസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരേ ഒരു വൗച്ചർ ടൈപ്പാണ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ജേർണലിൻ്റെ കീ എന്ന് പറയുന്നത് F7 ആണ്. കീബോർഡിൽ F7 ജേർണൽ വൗച്ചർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജേർണലിലേക്ക് കടക്കാം. ഇനി ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ട്രാൻസാക്ഷൻ പാസ് ചെയ്തെന്ന് ഈ ഒരു ജേർണൽ വൗച്ചർ മനസ്സിലാക്കാം. 31 മാർച്ച് ആയപ്പോഴത്തേക്കും സാലറി നമ്മൾ ഏപ്രിലാണ് പേ ചെയ്യുന്നത്. പക്ഷേ ആ പീരീഡിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഉൾപ്പെടുന്ന P&L അക്കൗണ്ടിനകത്ത് ആ മാസത്തെ സാലറി അവിടെ വരണം. അതായത് ആ ഇയറിൽ ആ എംപ്ലോയിയുടെ ബെനിഫിറ്റ് നമ്മൾ റിസീവ് ചെയ്തതാണ്. അത് എക്സ്പെൻസിലേക്ക് കടക്കണം. എന്നാൽ ക്യാഷ് മൂവ് ചെയ്യുന്നത് അടുത്ത മാസമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് അഫക്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്, സാലറി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് കൊടുക്കാം. ഇപ്പോൾ ലെഡ്ജർ ക്രിയേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് DR അവിടെ നിന്നുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെറ്റർ
എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1,20,000 രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ക്രെഡിറ്റിൽ സാലറി പേയബിൾ എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൾട്ട് സീറ്റ് ക്രിയേറ്റ് ചെയ്യാമല്ലോ, അതൊക്കെ അറിയാമല്ലോ. പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡിൽ കൊടുത്ത് സാലറി പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എങ്ങനെ വന്നു? സാലറി അക്കൗണ്ട് ടു സാലറി പേയബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ സാലറി എവിടെ നിന്ന് എങ്ങനെ ഡെബിറ്റ് ചെയ്യാം? ഇവിടെ ഒന്നുകൊണ്ട് സാലറി ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഡെബിറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്നുകൊണ്ട് സെലക്ട് ചെയ്യാം. സാലറി പേയബിൾ നമുക്ക് ഇവിടെ ഒന്നുകൊണ്ട് ഓൾട്ട് സീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സാലറി അക്കൗണ്ട് ടു സാലറി പേയബിൾ ഇത് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ മൊത്തം സാലറിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഓരോ എംപ്ലോയീസിനും സാലറി അലോക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. കോസ്റ്റ് സെൻറ്റർ അലോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ വെറുതെ സാലറി അലോക്കേഷൻ, എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഓരോ പ്രോജക്റ്റും നമുക്ക് കോസ്റ്റ് സെൻറ്ററായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കാനും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ എങ്ങനെയെന്നുള്ളത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അതുകൊണ്ട് തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളൊരു ന്യൂ കമറാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാനേ പാടില്ല. ഈ ക്ലാസ് അത്രയേറെ പ്രയോജനപ്പെടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.